കോൺഗ്രസിൽ നാടകീയ നീക്കങ്ങൾ. കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ KPCCയിൽ നാടകീയ രംഗങ്ങളും അതൃപ്തിയും പുകയുന്നു. VD സതീശൻ സന്ദർശിക്കാൻ എത്തുന്നതിന് തൊട്ടുമുമ്പ് രമേശ് ചെന്നിത്തല ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ഗുരുവായൂരിൽ നിന്നെത്തിയതിന് പിന്നാലെയാണ് ചെന്നിത്തലയെ കാണാൻ സതീശൻ എത്തുമെന്നായിരുന്നു തീരുമാനം. എന്നാൽ ബന്ധുവിനെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ചെന്നിത്തല വീട്ടിൽ നിന്നിറങ്ങി. ജോസഫ് വാഴയ്ക്കനും അൻവർ സാദത്തും ചെന്നിത്തലയെ അനുഗമിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ KC ക്യാമ്പും കടുത്ത അതൃപ്തിയിലാണ്. KCക്കെതിരെ ആസൂത്രിത നീക്കം നടന്നത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ വ്യക്തിഹത്യാ ശ്രമം നടന്നു. നീറ്റ് UG പുനഃപരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21-നാണ് പരീക്ഷ നടക്കുക. ഈ മാസം 3-ന് നടത്തിയ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. പുതുക്കിയ പരീക്ഷാ തീയതി 7 ദിവസത്തിനകം അറിയിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ മാസം 3-ന് നടന്ന പരീക്ഷയ്ക്ക് മുമ്പ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടതായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് UG പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. BJPക്കെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചിത്രം പ്രചരിപ്പിച്ച BJPക്കെതിരെ നിയമ നടപടി. കേരള BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച പോസ്റ്റ് വർഗീയ ചേരിതിരിവ് ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ DGPക്ക് പരാതി നൽകി. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും മതസ്പർദ്ധ വളർത്താനുമുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്ന് പരാതിയിൽ പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ MLAക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അൻപത് SFI പ്രവർത്തകർക്കെതിരെ കേസ്. പാലക്കാട് പോലീസുകാർക്കെതിരെ കൊലവിളി ഭീഷണി മുഴക്കിയ SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. വിപിൻ, പ്രവർത്തകരായ മുഹമ്മദ് ഷാദുലി, അഭിഷേക്, അഫ്സൽ തുടങ്ങിയവർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയാണ് കേസെടുത്തത്. പാലക്കാട് നോർത്ത് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നഗരത്തിൽ SFI നേതാക്കൾ പോലീസുകാരുടെ പേരും വിലാസവും പറഞ്ഞ് കൊലവിളി നടത്തിയത്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൾട്ടി ആക്സിൽ ലോറികൾക്ക് ഇന്നു മുതൽ നിയന്ത്രണം ബാധകമാകും. മറ്റു വാഹനങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കടന്നു പോകണമെന്നും അധികൃതർ അറിയിച്ചു. താമരശ്ശേരി 6, 7, 8 വളവുകളാണ് വീതി കൂട്ടുന്നത്. മൾട്ടി ആക്സിൽ ലോറികൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചരക്ക് ലോറികൾക്കാണ് നിയന്ത്രണം. തിങ്കളാഴ്ച മുതൽ നിയന്ത്രണം കർശനമാക്കും. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ കുറ്റ്യാട് വഴി കടന്നു പോകണമെന്നാണ് നിർദ്ദേശം.